നമ്മുടെ സമൂഹത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതു വിഷയവും നന്നായി പഠിച്ച് കുറിപ്പുകൾ ശേഖരിച്ച് പുരാണേതിഹാസങ്ങളിൽ നിന്ന് സന്ദർഭത്തിന് ചേരുമട്ടിൽ സമൃദ്ധമായി ഉദ്ധരിച്ചുള്ള ആ പ്രഭാഷണങ്ങൾ ശ്രോതാക്കൾക്ക് ഒരനുഭൂതി തന്നെയായിരുന്നു. മുഹൂർത്തം ജ്വലിതം ശ്രേയ നച ധൂമായുധം ചിരം. പുകഞ്ഞ് ഏറെ കാലം എരിയുന്നതിനേക്കാൾ നല്ലത് ഒരു നിമിഷമാണെങ്കിൽ ഒരു നിമിഷം ഒരു അഗ്നിജ്വാലയായി പ്രകാശം പരത്തുന്നതാണ് നല്ലതെന്ന സന്ദേശമാണ് ആ ശ്ലോകം നമുക്ക് നൽകുന്നു. ഈ ചെറുപ്രായത്തിൽ 300-ലധികം വേദികളിൽ ഗീതാ പ്രഭാഷണം നിർവഹിച്ച ആ യുവപ്രതിഭയുടെ അദ്വിതീയമായ വാഗ്ദേവതാ പൂജ ഇടയ്ക്ക് നിലച്ചുപോയി. യുക്തിയുടെ ആ പടയോട്ടം, ആ വചോ ജൈത്രയാത്ര നിലച്ചു. പറഞ്ഞു തീർക്കാത്ത ഒരു പ്രസംഗമായി, എഴുതി പാതിയാക്കിയ ഒരു കവിതയായി, ഇടയ്ക്ക് മുറിഞ്ഞുപോയൊരു ഗീതമായി അശ്വനി മറഞ്ഞുപോയി. നമ്മുടെ ബാഹ്യനേത്രങ്ങളിൽ നിന്നും ആ രൂപം മാഞ്ഞുപോയി. ബാഹ്യകർണങ്ങളിൽ ആ ശബ്ദമില്ലാതായിപ്പോയി.